മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വചനത്തെ സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അച്ഛൻ പ്രത്യേകമായി കാണുന്നുണ്ട്. നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം, അല്ലേ? യേശുവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങയെ ആശ്രയിക്കുന്നു. യേശുവേ, അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. മകളെ, കർത്താവിൻ്റെ വചനം നമുക്ക് തരികയാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. മകളെ, ദൈവത്തിൻ്റെ സ്വഭാവം പരിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്, വിശ്വസ്തതയാണ്. ഇതൊക്കെ എത്രത്തോളം നമ്മിലുണ്ടോ അത്രത്തോളം നമ്മൾ കൃപയിലാണ്. കൃപയുള്ള ജീവിതങ്ങൾക്ക് അനന്തമായ ശക്തിയുണ്ട്, പവറുണ്ട്, അഭിഷേകമുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അനുസരണമില്ലായ്മ, അടക്കമില്ലായ്മ, വിനയമില്ലായ്മ, വിധേയത്വമില്ലായ്മ, മിതത്വമില്ലായ്മ, ഇതൊക്കെ കൃപ ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. നിരന്തരമായിരിക്കുന്ന പൈശാചികമായ പീഡ, അമിതമായ ജഡിക ആസക്തികൾ, മന്ത്രവാദം, അശ്ലീല സംസാരങ്ങൾ, പാപകരമായ ബന്ധങ്ങൾ, ഇതൊക്കെ കൃപ ചോർത്തിക്കളയുന്ന മേഖലകളാണ്. മകളെ, മറക്കരുതേ, നമ്മുടെ നാവിൽ അനേകരുടെ ജീവനുണ്ട്, സത്പേരുണ്ട്. കൃപയില്ല എങ്കിൽ അതെല്ലാം നമ്മൾ നശിപ്പിച്ചു കളയും. മറക്കരുത്, ആർക്കും നമ്മൾ വളമായില്ലെങ്കിലും കരടായി മാറാൻ ഇടവരരുത്. ചിലവരെങ്കിലും വളരെയധികം വിഷമിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. പ്രാർത്ഥനയിൽ വളരാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, ശാന്തമായി സംസാരിക്കാൻ പറ്റുന്നില്ല, പരീക്ഷയിൽ കൃത്യമായി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്നില്ല. വലിയ ഉത്കണ്ഠ, വലിയ ആകുലത, ആകെ ഒരു ഭയം. ദൈവമായ കർത്താവ് പറയുന്നു, ഇന്നത്തെ വചനം ഒരു 3 പ്രാവശ്യം കേട്ട് തിരുത്താനുള്ളത് തിരുത്തി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ധാരാളം വളരാൻ സാധിക്കും. ഒരു ദൈവീക മേഖലയിലേക്ക് വളരാൻ സാധിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന രോഗികളുണ്ടെങ്കിൽ അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. പരീക്ഷയ്ക്ക് വളരെ വിഷമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നാളത്തെ പരീക്ഷ വളരെ എളുപ്പമായി തീരട്ടെ. ഈശോ ഇതാ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത സർവ്വ മക്കളോടും ഷെയർ ചെയ്യുന്നതോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.